മത്തങ്ങ വെച്ചിട്ടേ നല്ല അടിപൊളി ഒരു പുളിങ്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പം ഞാനിത് അവിടെ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടതിന് ആ ഒരു പുളി പിഴിഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ മൺചട്ടിയിലേക്കാണ് ഈ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മത്തം വേവാനാവണ സമയത്ത് ചേർത്താൽ മതി കേട്ടോ പുളി. കുക്കറിലാവുമ്പോൾ ഇപ്പം തന്നെ നമുക്ക് പുളി ചേർത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരു വിസിലടിച്ച് ഞാൻ കുക്കർ ഓഫ് ചെയ്തു. പിന്നെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ട് അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി ചൂടായിട്ട് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 6 7 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളി ഈ ഒരു കറിക്ക് ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലോണം ഇങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനൊരു 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പൊടികളെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള മത്തൻ ഉണ്ടല്ലോ, അത് ആ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒക്കെ കൂടെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മത്തൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കറിക്ക് തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ തേങ്ങക്കൊക്കെ നല്ല റേറ്റ് അല്ലേ. അപ്പോൾ ഇനി തേങ്ങ ഇല്ലാത്ത കറികളൊക്കെ അതേപോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുത്താൽ കറി റെഡിയായി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവയും കടുകൂട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അതേപോലെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കറി തൂമിച്ചെടുക്കുകയാണെങ്കിലും കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ആ കറിക്ക് ആ വറവിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ആ കറിപ്പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലേക്കാരം കേട്ടോ. പിന്നെ ദാ മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. ചോറിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മീൻ കിളിമീനാണ് കേട്ടോ. ഇവിടെ ഇതിന് കിളിമീൻ എന്നാണ് പറയാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മത്തൻ കറി ഈ ഒരു മീനും അതിന് കേട്ടോ.